നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വർഷഫലം 2026. വൃശ്ചികൻ രാശിയിൽ ജനിച്ച വിശാഖം, അനിഴം, തൃക്കേട്ടക നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള വൃശ്ചികം രാശിഫലം 2026. ഈ വർഷം വൃശ്ചിക രാശിക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, പ്രണയം, വിവാഹം, സാമ്പത്തിക ജീവിതം എന്നിവയിൽ എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആരോഗ്യം. 2026 വൃശ്ചികൻ രാശിഫലമനുസരിച്ച് ഈ വർഷം ആരോഗ്യത്തിന് കുറച്ച് മോശമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെയും ചിട്ടയോടെയും ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സമീകൃത ആഹാരം കഴിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കാനും ശ്രദ്ധിക്കുക. വർഷം മുഴുവൻ ശനി നിങ്ങളുടെ 5ാം ഭാവത്തിൽ തുടരും. ഇത് അനുകൂലമായ സ്ഥാനമല്ല. മാത്രമല്ല, വയറുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതേസമയം 2026 ഡിസംബർ 5 വരെ രാഹു നിങ്ങളുടെ 4ാമത്തെ ഭാവത്തിൽ വസിക്കും. ഇത് ഹൃദയം, നെഞ്ച്, ശ്വാസകോശം അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്ക് കാരണമാകും. വർഷം തുടങ്ങുന്നത് മുതൽ 2026 ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ 8ാം ഭാവത്തിലായിരിക്കും നിൽക്കുക. ഇതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എങ്കിലും ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ വ്യാഴം നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് അഥവാ ഭാഗ്യഭാവത്തിലേക്ക് മാറും. ഈ സമയം വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിലേക്കും 5ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യും. ഈ ഘട്ടം കൂടുതൽ നല്ലതും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴത്തിന്റെ സ്വാധീനം ഒരു ശരാശരി നിലയിലാണെങ്കിൽ പോലും രാഹുവിന്റെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ വ്യാഴം ഏകദേശം 5 മാസത്തേക്ക് ദുർബലമായിരിക്കും. അടുത്ത 5 മാസങ്ങൾ നല്ല ഫലം തരും. ബാക്കിയുള്ള 2 മാസങ്ങൾ നിഷ്പക്ഷമായി തുടരും. അതുകൊണ്ട് വർഷത്തിലെ വ്യാഴത്തിന്റെ മൊത്തത്തിലുള്ള സ്വാധീനം ആരോഗ്യ കാര്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ഗുണം ചെയ്യും. വിദ്യാഭ്യാസം. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വർഷം വിദ്യാഭ്യാസത്തിൽ ശരാശരി ഫലം ലഭിക്കും. എങ്കിലും ദുർബലമായ ആരോഗ്യസ്ഥിതി കാരണം നിങ്ങളുടെ പഠന പുരോഗതിയെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരോഗ്യകരമായ ജീവിതം തുടരുന്നവരും ചിട്ടയുള്ളവരുമായി തുടരുകയാണെങ്കിൽ പഠനത്തിൽ തൃപ്തിയുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. 4ാം ഭാവത്തിൽ രാഹുവിന്റെ സാന്നിധ്യം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ ഏകാഗ്രത നിലനിർത്തുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാകും. അതേസമയം 5ാം ഭാവത്തിലെ ശനി കാരണം കൂട്ടുകാരിൽ നിന്നോ സഹപാഠികളിൽ നിന്നോ ഉള്ള സഹായം പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിശക്തിയിലും പരിശ്രമത്തിലും മാത്രം ആശ്രയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. വിഷയങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. പക്ഷേ സ്ഥിരോത്സാഹം തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കും. വർഷം തുടങ്ങുന്നത് മുതൽ 2026 ജൂൺ 2 വരെ ഉന്നത വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ നിങ്ങളുടെ 8ാം ഭാവത്തിലായിരിക്കും. ഇത് ഗവേഷണത്തിലോ ആഴത്തിലുള്ള പഠനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതായിരിക്കും. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിലുള്ള സമയം പ്രത്യേകിച്ചും ഗുണകരമായിരിക്കും. ഒക്ടോബർ 31-ന് ശേഷം പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകും. വർഷം മുഴുവൻ ബുധന്റെ നല്ല സ്വാധീനം നിങ്ങളുടെ പഠന കഴിവുകളും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ശേഷിയും ആശയവിനിമയത്തിനുള്ള കഴിവും വർദ്ധിപ്പിക്കും. ബിസിനസ്. ഈ വർഷം വൃശ്ചികൻ രാശിക്കാർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിജയം പ്രധാനമായും നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും. ചില സമയങ്ങളിൽ മടിയോ ആശയക്കുഴപ്പമോ കാരണം നിങ്ങൾ കൃത്യസമയത്തുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുവാനിടയുണ്ട്. അതുകൊണ്ട് വ്യക്തതയും ക്ഷമയോടും കൂടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്നവരോ പരിചയസമ്പന്നരോ ആയ ഉപദേശകരിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് അനാവശ്യമായ അപകട സാധ്യതകളും തെറ്റായ തീരുമാനങ്ങളും ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. ബിസിനസ്സിന് ഈ വർഷം അത്യധികം ശക്തമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം പിന്തുണ നൽകും. ഇത് തടസ്സങ്ങളെ കൈകാര്യം ചെയ്യുവാനും കാര്യങ്ങളുടെ ഏകോപനത്തിനും നിങ്ങളെ സഹായിക്കും. കരിയർ. ഈ വർഷം വൃശ്ചികൻ രാശിക്കാർക്ക് അവരുടെ കരിയറിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുക. ചില സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ മാറിയേക്കാം. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ലക്ഷ്യങ്ങളിൽ എത്താൻ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ജോലിയിൽ ഒരു ശരാശരി ഫലം മാത്രം നേടുകയും ചെയ്തേക്കാം. മുന്നോട്ട് സുഗമമായി പോകാൻ വ്യക്തിപരമായ കാര്യങ്ങൾ വീട്ടിൽ മാത്രം ഒതുക്കി നിർത്തുകയും നെഗറ്റീവ് ചിന്താഗതിയുള്ള സഹപ്രവർത്തകരെ അല്ലെങ്കിൽ ഗോസിപ്പുകളിൽ സമയം കളയുന്നവരെ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്.
ചിട്ടയോടെയും ആത്മാർത്ഥതയോടെയും ജോലി ചെയ്യുന്നത് രാഹുവിന്റെയും ശനിയുടെയും ദോഷകരമായ സ്വാധീനങ്ങളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. അല്ലാത്തപക്ഷം 10ാം ഭാവത്തിലെ കേതു നിങ്ങളുടെ പ്രൊഫഷണൽ ഇമേജിനെ ദോഷം വരുത്തുകയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയോ ചെയ്തേക്കാം. എങ്കിലും വ്യാഴത്തിന്റെ സ്ഥാനം കൃത്യമായ സമയത്ത് പിന്തുണ നൽകും. കൂടാതെ ചൊവ്വ ഒരു ശരാശരി നിലയിലുള്ളതും എന്നാൽ അനുകൂലവുമായ ഫലങ്ങൾ നൽകും. ജനുവരി 16 മുതൽ ഫെബ്രുവരി 23-നും മെയ് 11 മുതൽ ജൂൺ 21-നും ഇടയിലുള്ള സമയം നല്ല ജോലി അവസരങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. അതേസമയം ഫെബ്രുവരി 23 മുതൽ ഏപ്രിൽ 2 വരെയുള്ള സമയം ജോലി സ്ഥലത്ത് സമ്മർദ്ദമോ ടെൻഷനോ ഉണ്ടാക്കിയേക്കാം. ശാന്തത, കഠിനാധ്വാനം, പ്രായോഗികത എന്നിവയിലൂടെ നിങ്ങൾക്ക് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും ഈ വർഷം സ്ഥിരമായ കരിയർ പുരോഗതി കൈവരിക്കാനും കഴിയും. സാമ്പത്തികം. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി ഒരു ശരാശരി നിലയിലുള്ളതോ അതിലും അല്പം മെച്ചപ്പെട്ടതോ ആയ ഫലങ്ങൾ നൽകും. ജോലിയും വരുമാനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക വളർച്ച പ്രധാനമായും ജോലിയിലെ നിങ്ങളുടെ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കും. കരിയറിനും പണത്തിനും ഈ വർഷം ചില നല്ലതും ചീത്തയുമായുള്ള ഫലങ്ങൾ നൽകും. എങ്കിലും സമ്പത്തിന്റെ ഗ്രഹവും പണത്തിന്റെ ഭവനത്തിന്റെ അധിപനുമായ വ്യാഴം 2026 ജൂൺ 2 വരെ നിങ്ങളുടെ 8ാം ഭാവത്തിൽ തുടരും. ഈ സ്ഥാനം സാധാരണയായി അത്ര നല്ലതായി കണക്കാക്കപ്പെടുന്നില്ല. എങ്കിലും പണത്തിന്റെ ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം കുറവാണെങ്കിലും പണം കയ്യിൽ വന്നു ചേരും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ ഭാഗ്യഭവനത്തിൽ പൂർണ്ണ ബലത്തോടുകൂടിയിരിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക നില ഗണ്യമായി മെച്ചപ്പെടുത്തുകയും വരുമാനത്തിന് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യും. ഒക്ടോബർ 31-ന് ശേഷം നിങ്ങളുടെ കർമ്മഭവനത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി സ്ഥിരതയുള്ള വരുമാനം നിലനിർത്തുവാൻ നിങ്ങളെ സഹായിക്കും. കൂടാതെ ലാഭത്തിന്റെ ഭവനത്തിന്റെ അധിപനായ ബുധൻ അനുകൂലാവസ്ഥയിലുള്ളതിനാൽ ശരാശരിയേക്കാൾ നല്ല നേട്ടങ്ങൾ കൊണ്ടുവരും. മൊത്തത്തിൽ 2026 എന്നത് നിങ്ങളുടെ സാമ്പത്തികം നന്നായി കൈകാര്യം ചെയ്യുവാനും വർഷം മുഴുവൻ സ്ഥിരതയുള്ളതും മെച്ചപ്പെട്ടതുമായ ഒരു സാമ്പത്തിക ഘട്ടം ആസ്വദിക്കാനും സഹായിക്കുന്ന സ്ഥിരമായ പരിശ്രമവും ബുദ്ധിപരമായ തീരുമാനങ്ങളും ആവശ്യമായ ഒരു കാലഘട്ടമായിരിക്കും. പ്രണയജീവിതം. വൃശ്ചികൻ രാശിക്കാരുടെ പ്രണയജീവിതം പൊതുവെ നല്ലതായിരിക്കും. എങ്കിലും ഐക്യം നിലനിർത്തുവാൻ ശ്രദ്ധാപൂർവമായ കരുതൽ ആവശ്യമാണ്. വർഷം മുഴുവനും 5ാം ഭാവത്തിലെ ശനി സത്യസന്ധതയും ആത്മാർത്ഥതയുള്ളതുമായ ബന്ധങ്ങളിൽ അവരെ പിന്തുണയ്ക്കും. അതേസമയം ആകസ്മികമായതോ ആത്മാർത്ഥതയില്ലാത്തതോ ആയ ബന്ധങ്ങളിൽ ശനി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. 5ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ അനുകൂലമായിരിക്കും. വ്യാഴം ഭാഗ്യഭവനത്തിൽ നിൽക്കുന്നത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ബന്ധങ്ങൾ ശക്തമാക്കുവാനും സഹായിക്കും. ഒക്ടോബർ 31-ന് ശേഷം തിരക്കുള്ള ജോലികളുള്ളതിനാൽ നിങ്ങളുടെ പങ്കാളിയുമായി സമയം ചിലവഴിക്കുന്നത് കുറച്ചേക്കാം. മൊത്തത്തിൽ ഈ വർഷത്തെ പ്രണയജീവിതം 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ജൂൺ 2 വരെയുള്ള ആദ്യ ഭാഗം തടസ്സങ്ങൾ നിറഞ്ഞതായിരിക്കും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വളരെ നല്ലതായിരിക്കും. ഒക്ടോബർ 31-ന് ശേഷം ഫലങ്ങൾ ഒരു ശരാശരി നിലയിലുള്ളതായിരിക്കും. പ്രണയത്തിലെ വിജയം പ്രധാനമായും നിങ്ങളുടെ പരിശ്രമം, വിശ്വസ്തത, ആത്മാർത്ഥത എന്നിവയെ ആശ്രയിച്ചിരിക്കും. വൈവാഹിക ജീവിതം. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കും. ജനുവരി മുതൽ ജൂൺ 2 വരെ വിവാഹാലോചനകളോ ബന്ധങ്ങളോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ടു പോകണമെന്നില്ല. എന്നാൽ ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ അനുകൂലമായ നിർദ്ദേശങ്ങൾ വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ നയിച്ചേക്കാം. ഒക്ടോബർ 31-ന് ശേഷം ഫലങ്ങൾ ഒരു ശരാശരി നിലയിലുള്ളതായിരിക്കും. എങ്കിലും 2ാം ഭാവവുമായുള്ള വ്യാഴത്തിന്റെ ബന്ധം കുടുംബം വളരുന്നതിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വിവാഹിതരായ വൃശ്ചികൻ രാശിക്കാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം 4ാം ഭാവത്തിലെ രാഹുവും 5ാം ഭാവത്തിലെ ശനിയും കാരണം മാനസികാവസ്ഥയിൽ മാറ്റങ്ങളോ വഴക്കുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ബോധപൂർവമുള്ള പരിശ്രമത്തിലൂടെ തർക്കങ്ങൾ കുറയ്ക്കുവാനും യോജിപ്പുള്ള ഒരു നല്ല ദാമ്പത്യ ജീവിതം നിലനിർത്തുവാനും സഹായിക്കും. കുടുംബജീവിതം. വൃശ്ചികൻ രാശിക്കാർക്ക് കുടുംബജീവിതം പൊതുവെ അനുകൂലമായിരിക്കും. എങ്കിലും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. 2ാം ഭാവത്തിലുള്ള ശനിയുടെ നോട്ടം ചെറിയ വഴക്കുകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കിയേക്കാം. ഇത് പരിഹരിക്കുവാൻ ക്ഷമയും വിവേകവും ആവശ്യമാണ്. ഇതിന് വ്യാഴത്തിന്റെ പിന്തുണ ലഭിക്കുന്നതാണ്.
ജനുവരി മുതൽ ജൂൺ 2 വരെ വ്യാഴത്തിന്റെ സ്വാധീനം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും യോജിപ്പ് നിലനിർത്തുവാനും സഹായിക്കും. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ ശ്രദ്ധയോടെയുള്ള പ്രവർത്തനങ്ങൾ വഴക്കുകൾ തടയും. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴത്തിന്റെ ദൃഷ്ടി വീട്ടിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. വർഷം മുഴുവനും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മൊത്തത്തിൽ കുടുംബജീവിതം യോജിപ്പോടെ തുടരും. ഭൂമി, സ്വത്ത്, വാഹനം. ഭൂമി, സ്വത്ത്, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വൃശ്ചിക രാശിക്കാർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. 2026 വൃശ്ചികം രാശിഫലം അനുസരിച്ച് 5-ാം ഭാവത്തിലെ ശനിയും 4-ാം ഭാവത്തിലെ രാഹു കേതുവിന്റെ സ്വാധീനവും സ്വത്തിടപാടുകളിൽ വഴക്കുകളോ തടസ്സങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. എല്ലാ സ്വത്ത് രേഖകളും സുരക്ഷിതമായി സൂക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഖേദിക്കേണ്ടി വരും. ആക്രമണ സ്വഭാവമുള്ളതോ സത്യസന്ധമല്ലാത്തതോ ആയ അയൽക്കാരോടോ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരോടോ ജാഗ്രത പാലിക്കുക. വ്യാഴം ചില സംരക്ഷണം നൽകുകയും വലിയ നഷ്ടങ്ങൾ തടയുകയും ചെയ്യുമെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ്. ആവശ്യമില്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാ രേഖകളും ശ്രദ്ധയോടെ പരിശോധിക്കുക. മൊത്തത്തിൽ ഈ വക കാര്യങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്യാൻ വിവേകവും വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നതും ഗുണം ചെയ്യും. പ്രതിവിധികൾ: വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുക. ശനിയാഴ്ച ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്താൽ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുവാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹരി ഓം.